VM സാദിഖലിയാണ്. വനങ്ങളൊന്നും മനുഷ്യന്മാരുണ്ടാക്കിയതല്ല. പക്ഷേ മനുഷ്യന്മാർക്ക് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് വേണ്ടതാണ് വനങ്ങൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ ആവശ്യകത മനസ്സിലാക്കിയിട്ടാണ് ഐക്യരാഷ്ട്ര സംഘടന 2012 മാർച്ച് 21 വനദിനമായിട്ട് ആചരിക്കാൻ തുടങ്ങിയത്. ഓരോ വർഷവും വ്യത്യസ്തമായിട്ടുള്ള തീമുകൾ ഉൾപ്പെടുത്തിയിട്ടാണ് വനദിനം കൊണ്ടാടുന്നത്. ഈ വർഷത്തെ തീം എന്ന് പറയുന്നത് വനവും ഭക്ഷണങ്ങളും എന്നതാണ്. വനം നമ്മൾ ഓരോരുത്തരുടെയും ഭക്ഷണത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നിൽക്കാറുള്ളത്. പോഷകാഹാരത്തിൻ്റെ അടിസ്ഥാന തൂണുകളാണ് വനങ്ങൾ എന്ന് പറയുന്നത്. ലോകമെമ്പാടുമുള്ള കോടാനുകോടി മനുഷ്യർ ജീവിക്കുന്നത് ഈ വനങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് മാത്രമാണ്. ഉദാഹരണത്തിന് കുരുമുളക്, തേങ്ങ, തേന്, വിവിധ ഇനം പഴങ്ങൾ, വിത്തുകൾ, മരുന്നുകൾ, അങ്ങനെ എന്തെല്ലാം വിഭവങ്ങളാണ് വനങ്ങളിൽ നിന്നും നമുക്ക് കിട്ടുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പക്ഷേ അതിൽ മാത്രം ഒതുങ്ങുന്നതല്ല തേനീച്ചകൾ, പക്ഷികൾ, പൂമ്പാറ്റകൾ തുടങ്ങിയ ഒട്ടനവധി ജീവികളുടെ വളർത്തുന്ന ഇടമാണ്, വളർത്തുന്ന അവരുടെ വീടാണ് വനം എന്ന് പറയുന്നത്. ആഗോളമായിട്ടുള്ള ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ വനങ്ങളും കൃഷിയും ബന്ധപ്പെട്ടിട്ടാണ് നിലകൊള്ളുന്നത്. അതിനൊക്കെ പുറമെ ലോകത്തിലെ വനങ്ങൾ 85% പ്രധാനപ്പെട്ട നഗരങ്ങളിലും കുടിവെള്ളം എത്തിക്കുന്നത് ഈ വനങ്ങളാണ് എന്നുള്ളതാണ്. ജലസ്രോതസ്സൊക്കെ പോലെ തന്നെ കൃഷിയുടെയും കാലാവസ്ഥ നിയന്ത്രിക്കുന്നതിൻ്റെയും അടിസ്ഥാന തുറുപ്പ് ചീട്ടുകളാണ് വനങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വനങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത രീതി കൂടിയാണ് എന്നുള്ളതാണ്. ഉദാഹരണത്തിന് വനവിഭവങ്ങൾ ശേഖരിക്കുന്ന ആദിവാസി സമൂഹങ്ങളുണ്ട്. അവർ വനത്തിൽ നിന്നും വിവിധ കായ്കളും പഴങ്ങളും അതുപോലെ കിഴങ്ങുകളും മരുന്നുകളൊക്കെ ശേഖരിച്ച് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സഹായത്തോടെ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. ഈ മരുന്നുകളും പഴങ്ങളും വനവിഭവങ്ങളും തേനുകളൊക്കെ തുടങ്ങിയിട്ടുള്ളത് പൊതുജനങ്ങളിലേക്ക് എത്തുന്നത് ഈ വനങ്ങളുള്ളത് കൊണ്ടാണ് എന്നുള്ള കാര്യം നമ്മൾ ഓരോരുത്തരും ആലോചിക്കുകയും ചിന്തിക്കുകയൊക്കെ വേണം. എന്നാൽ വനം ഇപ്പോൾ വല്ലാത്തൊരു പ്രതിസന്ധിയിലൂടെയാണ് ഓരോ ദിവസവും കടന്നുകൊണ്ടിരിക്കുന്നത്. 10 ദശലക്ഷം ഹെക്ടർ വനഭൂമി നഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് കണക്ക്. 70 മില്യൺ ഹെക്ടർ ഭൂമി എന്ത് ചെയ്യുന്നുണ്ട്? കാട്ടുതീയുടെ പിടിയിലകപ്പെടുന്നതുണ്ട്. അതിൽ പല സമയത്തും മനുഷ്യരുടെ കടന്നുകയറ്റം കൊണ്ടാണ് ഈ വനങ്ങളൊക്കെ കത്തി നശിക്കാനുള്ള കാരണമായിട്ട് കാണുന്നത്. അത് ജൈവ വൈവിധ്യത്തെയും കാലാവസ്ഥയെയും ബാധിക്കുന്നുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും ഭക്ഷണത്തിലാണ് അത് ബാധിക്കുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കാലാവസ്ഥയിലുണ്ടാവുന്ന മാറ്റങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും കൃഷിയെ പ്രതികൂലമായിട്ട് ബാധിക്കും. കൃഷിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഒന്നും ജീവിതം നിലനിൽക്കില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ അടിസ്ഥാന കാരണം. മറ്റൊരു ഉദാഹരണം കൂടെ പറയാം. കേരളത്തിൻ്റെ നെല്ലറയായിട്ടുള്ള പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട് ഒരുപാട് ആളുകൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടാവും. അവിടെ നെൽപ്പാടങ്ങളിൽ നെല്ലുകൾ വിളഞ്ഞു നിൽക്കുന്ന കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ നെൽപ്പാടങ്ങൾ പ്രത്യേകിച്ചും കൊല്ലങ്കോടൊക്കെ പോലെയുള്ള സ്ഥലത്ത് ആ നെൽപ്പാടം നിലനിൽക്കുന്നത് തൊട്ടടുത്തുള്ള നെല്ലിയാമ്പതി മലനിരകൾ ഉള്ളതുകൊണ്ട് മാത്രമാണ്. കൃത്യമായിട്ടുള്ള കാലാവസ്ഥയും കൃത്യമായിട്ടുള്ള വെള്ളവും ഈ നെൽപ്പാടങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത് ആ വനഭൂമിയാണ് എന്നുള്ളതാണ് നമ്മുടെ മുൻപിലുള്ള ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വനം സംരക്ഷിക്കുന്നത് നമ്മുടെ കൃഷിയെ സംരക്ഷിക്കുന്നതും നമ്മുടെ ഭക്ഷണം സംരക്ഷിക്കുകയും ചെയ്യുന്നതാണ്. ഭാവി ഭക്ഷണത്തിൻ്റെ ഉറവിടം എന്ന് പറയുന്നത് വനങ്ങളാണ്. വനങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും മുൻകൈയെടുത്താൽ മാത്രമാണ് ഇതിന് മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ എന്നുള്ളത് ഓർമ്മപ്പെടുത്തലാണ്. വനവും ഭക്ഷണവും തമ്മിൽ അഗാധമായിട്ടുള്ള ബന്ധമുണ്ട്. കാട് എന്നത് ഒരു മഹാഗുരുവാണ്. അത് സമാധാനത്തിൻ്റെ ഇടമാണ്. ആ സമാധാനമാണ് നമുക്ക് ഭക്ഷണം നൽകുന്നത് എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് വനദിനം നമ്മളെ ഓരോരുത്തരെയും ചിന്തിപ്പിക്കുന്നത്.